കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസും ഹൈക്കോടതി വാർത്തകളും തന്നെയാണ് ഇവയിലേറെ പ്രാധാന്യം അറിയിക്കുന്നത്. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ CPM തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസിനെ ED വീണ്ടും ചോദ്യം ചെയ്യും. നാളെ ഹാജരാകാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇന്നലെ ചോദ്യം ചെയ്ത MP രാജു, AR പീതാംബരൻ എന്നിവരോട് ഇന്നും ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൂടാതെ ഡോക്ടർ ഷഹനയുടെ മരണവുമായി ബന്ധപ്പെട്ടുള്ള കേസിൽ ജാമ്യം ആവശ്യപ്പെട്ട് പ്രതി റുവൈസ് നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കുകയാണ്. സ്ത്രീധനം ആവശ്യപ്പെട്ടിരുന്നില്ലെന്നും ആത്മഹത്യയിൽ പങ്കില്ലെന്നുമാണ് പ്രതിയുടെ വാദം. ഹൈക്കോടതി സിംഗിൾ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക. ഈ രണ്ട് വാർത്തകളുടെ വിശദാംശങ്ങളുമായി കിരൺ കുമാർ ചേരുന്നു. കിരൺ, കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ തുടർ ചോദ്യം ചെയ്യലുകൾ ഇന്ന് ED നടത്തുന്നുണ്ട്. അതോടൊപ്പം ഡോക്ടർ ഷഹനയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട റുവൈസിന്റെ ജാമ്യ ഹർജി ഹൈക്കോടതി വീണ്ടും പരിഗണിക്കുകയാണ്. രണ്ട് വാർത്തകളും സംബന്ധിച്ചുള്ള വിവരങ്ങൾ. രോഹിണി, ഈ കരുവന്നൂർ സഹകരണ ബാങ്കിലെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഇത് കൂടുതൽ CPM നേതാക്കളിലേക്ക് കൂടി ചോദ്യം ചെയ്യലും ഒപ്പം തന്നെ അന്വേഷണവും നീളുന്നത് തന്നെയാണ് വ്യക്തമാകുന്നത്. CPMന്റെ തൃശൂർ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള MM വർഗീസിനെ വീണ്ടും ED ചോദ്യം ചെയ്യലിന് വേണ്ടി വിളിപ്പിച്ചിരിക്കുകയാണ്. ഇത് 4ാം തവണയാണ് ഇയാളെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി വിളിപ്പിച്ചിരിക്കുന്നത്. നാളെ ഇയാളോട് വീണ്ടും ഹാജരാകണമെന്ന് തന്നെയാണ് ED നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നേരത്തെ 3 തവണ ഇയാളെ ചോദ്യം ചെയ്തിരുന്നു. എന്നാൽ കൃത്യമായി അന്വേഷണത്തിനോട് ഇയാൾ സഹകരിക്കുന്നില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ് ED വ്യക്തമാക്കുന്നത്. ഈ പ്രധാനമായിട്ടും ഇയാളിൽ നിന്ന് അറിയേണ്ടത് ഈ CPMന് ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളാണ്. നേരത്തെ ചോദ്യം ചെയ്തിട്ടുള്ള സാക്ഷികളും ഒപ്പം തന്നെ പ്രതികളടക്കമുള്ള ആളുകൾ മൊഴി നൽകിയിട്ടുള്ളത് ഈ കരുവന്നൂർ സഹകരണ ബാങ്കിലെ തട്ടിപ്പിൽ നിന്ന് ലഭിച്ചിട്ടുള്ള പണം ഇത് CPMന്റെ അക്കൗണ്ടുകളിലേക്ക് പോയിട്ടുണ്ട് എന്നതും ഒപ്പം തന്നെ കരുവന്നൂർ സഹകരണ ബാങ്കിൽ ഇതിനുവേണ്ടി CPMന് ചില അക്കൗണ്ടുകൾ ഉണ്ടായിരുന്നു എന്നുള്ള അടക്കമുള്ള വിവരങ്ങൾ നേരത്തെ വ്യക്തമായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ CPM നേതാക്കളെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി വിളിച്ചു വരുത്തിയത്. എന്നാൽ ചോദ്യം ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിൽ തനിക്ക് പണം ലഭിച്ചതായിട്ട് അറിയില്ല, അഥവാ അത്തരത്തിൽ പണം ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്നും തന്നെ തനിക്ക് വെളിപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്ന തരത്തിലാണ് ഈ MM വർഗീസ് പ്രതികരിക്കുന്നത് എന്നുള്ളൊരു കാര്യം തന്നെയാണ് ED വൃത്തങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഏതായാലും കൂടുതൽ ആളുകളോട് ഈ ചോദ്യം ചെയ്യൽ നീളുകയാണ്. പ്രത്യേകിച്ച് ഈ കരുവന്നൂർ ബ്രാഞ്ച് സെക്രട്ടറി ആയിട്ടുള്ള MP രാജു, ഒപ്പം തന്നെ മുൻ ലോക്കൽ സെക്രട്ടറി ആയിട്ടുള്ള പീതാംബരൻ അടക്കമുള്ള ആളുകളെയും വീണ്ടും ചോദ്യം ചെയ്യുന്നുണ്ട്. ഇന്നലെയും ഇവരെ ചോദ്യം ചെയ്തതാണ്. ഇനിയിപ്പോൾ നാളെയും ഇവരെ ചോദ്യം ചെയ്യാനായിട്ട് ഇന്നും ഇവരെ ചോദ്യം ചെയ്യാനായിട്ട് വിളിച്ചിരിക്കുകയാണ്. ഇതിന് പുറമെയാണ് ഏതായാലും MM വർഗീസിനെ നാളെ ചോദ്യം ചെയ്യാനായിട്ട് വിളിപ്പിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ ഈ PR അരവിന്ദാക്ഷന്റെ ജാമ്യാപേക്ഷ, അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ അറസ്റ്റിലായ ആളാണ് PR അരവിന്ദാക്ഷനും CK ജിൽസും. ഇവരുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന സമയത്ത് ED വ്യക്തമാക്കിയത് ഈ കേസിലെ ഒരു മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണ് പുറത്തു വന്നിട്ടുള്ളത്. CPMലെ അടക്കമുള്ള ഉന്നത നേതാക്കൾക്ക് ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അറിവുണ്ടായിരുന്നു, ഇവർക്ക് ഈ തട്ടിപ്പിൽ ബന്ധമുണ്ട് എന്നുള്ളൊരു കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു. ഏതായാലും നാളെ കോടതി ഈ ജാമ്യാപേക്ഷ വീണ്ടും പരിഗണിക്കുന്നുണ്ട്. രോഹിണി.